ഇന്ന് രാവിലെ തന്നെ കാറിൻ്റെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കാവനൂരിലേക്ക് പോയി. ടുഡേ മോർണിംഗ് ഐ വെൻറ്റ് ടു കാവനൂർ ടു ഗെറ്റ് ദ വീൽ അലൈൻമെൻറ്റ് ഈസ് ഡൺ. നാട്ടിൽ തന്നെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിന് മറ്റെവിടെയെങ്കിലും പോയി വീൽ അലൈൻമെൻറ്റ് ചെയ്യണം? വൈ ഷുഡ് വി ഗോ എനിവർ എൽസ് വെൻ ദർ ഈസ് എ ഫെസിലിറ്റി ഇൻ അവർ ഓൺ ടൗൺ ഫോർ വീൽ അലൈൻമെൻറ്റ്? വണ്ടിയെ ജാക്കി വെച്ച് ഉയർത്തിയതിന് ശേഷം 4 വീലുകളും അഴിച്ചെടുത്തു. After jacking up the car, all 4 tires were removed. പിന്നീട് എയർ പ്രഷർ ചെക്ക് ചെയ്തതിന് ശേഷം വീൽ ബാലൻസ് ചെയ്യുന്നതിനായി വീൽ ബാലൻസറിലേക്ക് മാറ്റി. After checking the air pressure, the wheels were taken to the wheel balancer for balancing. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യൻ ആണെന്ന്. When I saw him, I knew that he is very experienced technician. സ്ക്രൂ റിമൂവർ ഉപയോഗിച്ചതുകൊണ്ട് വളരെ എളുപ്പത്തിൽ സ്ക്രൂ അഴിച്ചെടുക്കാൻ പറ്റി. As the screw remover was used, it was very easy to remove the screws. ഹമ്പ്, ഗട്ടർ, അവർ റോഡ് കണ്ടീഷൻ ഇതൊക്കെ അലൈൻമെൻറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. ഹംപ്സ്, ഗട്ടേഴ്സ്, അവർ റോഡ് കണ്ടീഷൻ all these will affect the wheel alignment of a vehicle. ഇടിച്ച വണ്ടികൾ അലൈൻമെൻറ്റ് പ്രശ്നമുണ്ടെങ്കിൽ ചേസിസ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യേണ്ടി വരും. ടു അലൈൻ ദ ക്രാഷ്ഡ് വെഹിക്കിൾ, ചേസിസ് ഷുഡ് ബി കറക്റ്റഡ് വെൽ. ഇടിയുടെ ആഘാതം ടയറോഡൻസിനോ കൺട്രോൾ ആംസിനോ സസ്പെൻഷനോ വളവോ അല്ലെങ്കിൽ കേടുപാടുകളോ വരുത്താൻ സാധ്യതയുണ്ട്. Collision can bend or damage parts like tie rods, control arms and suspension. എത്രത്തോളം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം നമുക്കും വാഹനത്തിലും സുരക്ഷിതത്വം തന്നെയാണ്. The more careful we are while driving, that much safer it is for us and our vehicle. വർക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത അലൈൻമെൻറ്റ് എപ്പോൾ ചെയ്യണം എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. Stick a sticker after the work is done that shows when the next alignment should be done. Okay friends, drive safely today and every day.